ഗൈസ് അപ്പം ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്താ സംഭവിച്ചാൽ ഇന്ന് നമ്മളിവിടെ TVSലാണ് വന്നത്. AKBയിലാണ്, നമ്മുടെ സ്വന്തം AKBയിലാണ്, രാമനാട്ടിലുള്ള AKBയിലാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ ഇതെന്താ വെച്ചാൽ 2-3 കാര്യങ്ങളാണ്. ഇവിടെ TVSന്റെ എൻടോർക്ക് 150 എൻടോർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ റൈഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. അതേപോലെ നമുക്ക് സിരാഗ് നമുക്ക് ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. എന്താ പറയുക, നമ്മുടെ വണ്ടിക്ക് എത്ര റേറ്റ്, GST അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. അപ്പൊ അതാണ്, നമുക്ക് അതൊന്ന് പോയി കാണാം കേട്ടോ. അപ്പൊ ശ്രീകാപ്പോ വെൽക്കം 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 അഗൈൻ വെൽക്കം അഗൈൻ. അപ്പൊ നമ്മുടെ 101 വണ്ടിക്ക് ശേഷം നമുക്ക് GST അപ്ഡേറ്റ് ആണ് അറിയേണ്ടത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് നമ്മളെ അടിപൊളി വണ്ടിയിൽ തുടങ്ങാം അല്ലെ, ജൂപ്പിറ്ററിൽ തുടങ്ങാം. ജൂപ്പിറ്റർ ബേസ് മോഡൽ 110cc ബേസ് മോഡൽ മുതൽ 6000 മുതൽ 50000 വരെ ടോപ്പ് വേരിയന്റിലേക്ക് വരുമ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ബേസിന് 6000 മുതൽ ടോപ്പിലേക്ക് വരുമ്പോൾ 9000 വരെ. 125 ആണെങ്കിൽ ഏകദേശം 7000 മുതൽ 11000 രൂപ വരെയുള്ള ഡിഫറൻസുകൾ വന്നിട്ടുണ്ട്. 125 നോർമൽ വരുന്നത് ഏകദേശം 1.16 ആ റേഞ്ചിലാണ് ഇപ്പൊ വരുന്നത്. 1.16 ആണ് ഓൺ റോഡ് വരുന്നത്. അപ്പൊ ഇത് എൻടോർക്ക് ഏതാണ്? ഇത് എൻടോർക്കിന്റെ സ്റ്റാർട്ടിംഗ് വരുന്ന ബേസ് വേരിയന്റ്. ഇത് റേസ് എഡിഷൻ. ഇതിന് മുകളിലേക്ക് XP വരുന്നുണ്ട്. അതിന്റെ ടോപ്പ് വേരിയന്റ് വേറെ ഒന്നുണ്ട്, അത് നമുക്ക് കുറച്ചുകൂടെ കാണിച്ചു തരാം. ഇപ്പൊ നിലവിൽ എൻടോർക്കിനൊക്കെ പ്രൈസ് ഡിഫറൻസ് വന്നത് ഏകദേശം 7900 മുതൽ റൗണ്ട് ഓഫ് 8000 മുതൽ 9000 വരെയുള്ള മാറ്റങ്ങളാണ് എൻടോർക്കിന് വന്നത്. 125cc സെഗ്മെന്റ് വരുന്നത്. അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ജൂപ്പിറ്റർ കമ്പ്യൂട്ടർ വെഹിക്കിൾ അതിനെക്കൊണ്ടാണ് 11000 വരെയുള്ള മാറ്റങ്ങൾ വന്നത്. എൻടോർക്കിന് ഇപ്പോൾ ആവറേജ് 7900 മുതൽ 9000 വരെയുള്ള മാറ്റങ്ങളാണ്. ബൈക്കുകൾക്ക് ഇപ്പം നിലവിൽ വരുന്ന റൈഡർ 125 സെഗ്മെന്റിൽ വരുന്ന റൈഡറിന് ഏകദേശം 8400 രൂപ മുതൽ 11500 രൂപ വരെ ഡിഫറൻസുകൾ വന്നിട്ടുണ്ട്. അത് വേരിയൻസ് വൈസ് മാറ്റങ്ങൾ വരും. ബേസ് മോഡലിന് സ്റ്റാർട്ടിംഗ് എത്ര റേറ്റ് വരുന്നത്? സ്റ്റാർട്ടിംഗ് ഇപ്പൊ നിലവിൽ വരുന്നത് 1,17,000 രൂപയാണ് ഈ മോഡൽ വരുന്നത്. ഇതിൽ എത്ര മോഡൽ ഉണ്ട്? ഇതിലിപ്പം ബേസിക്കലി ഇപ്പൊ 3 മോഡൽസ് ആണുള്ളത്. 3 മോഡൽസ് തന്നെ ഐഗോ അസിസ്റ്റ് വരുന്ന മോഡൽ ഉണ്ട്. ഇപ്പൊ പുതിയൊരു വണ്ടി ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഏകദേശം വണ്ടി എത്തി തുടങ്ങിയിട്ടുണ്ട്. ഡുവൽ ഡിസ്ക് വരും, സിംഗിൾ ചാനൽ ABS വരും. ഇപ്പം നിലവിൽ ഫ്രണ്ട് മാത്രമേ ഡിസ്ക് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിൽ ഡ്രം വീലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇനിയിപ്പം ഡുവൽ ഡിസ്കും വരും, ഫ്രണ്ടിൽ ABSഉം വരുന്ന മോഡൽ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്നതാണ്. ഇത് TVS സ്പോർട്ട് 100cc സെഗ്മെന്റിൽ വരുന്ന 110 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന മോഡലാണ്. ഇതിനിപ്പോൾ ഏകദേശം GSTന്റെ പ്രൈസിംഗിൽ ഏകദേശം 6500 രൂപന്റെ വില കുറഞ്ഞിട്ടുണ്ട്. മൈലേജ് ഓറിയന്റഡ് ആണ്, വെയിറ്റ്ലെസ് ആണ്, വെയിറ്റ് കുറവാണ്. പിന്നെ അതേപോലെ തന്നെ കംഫർട്ടാണ്, എല്ലാവർക്കും യൂസ് ചെയ്യാനുള്ള കംഫർട്ട് ഉണ്ട്. അതേപോലെ തന്നെ അഫോർഡബിൾ ആണ്. ആകെ 85,000 രൂപ വരുന്നുള്ളൂ വണ്ടി. 85,000 രൂപയ്ക്ക് 100cc 110 കിലോമീറ്റർ കിട്ടുന്ന മൈലേജ് കിട്ടുന്ന വണ്ടി വേറെ അവിടെ കിട്ടും. അതാണ് അല്ല, കാരണം ഞാൻ തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു റീസെന്റ്. അവിടെ ഇത് മാത്രമേ ഉള്ളൂ. അവിടെ സ്പോർട്ട് നമ്മൾ എക്സലന്റും മൊപ്പഡ് ബൈക്ക് മാത്രമേ ഏറ്റവും കൂടുതലുള്ളത്. ബാക്കി എല്ലാ വണ്ടികളും ഉണ്ട്, പക്ഷെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഹീറോ അല്ലെങ്കിൽ TVS മാത്രമാണ് മെയിൻ ആയിട്ട് അവിടെ ഉള്ളൂ. അപ്പൊ ഗൈസ്, നമുക്ക് ഇവിടെ ഒരു എന്താ പറയാ ജൂപ്പിറ്റർ 110 ആനിവേഴ്സറി അഡീഷണൽ ബ്ലാക്ക് യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമറെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പുള്ളിയോട് നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഇതാണ് ഏട്ടാ ഹായ്. എന്റെ പേരെന്താ? എന്റെ പേര് ഗിരീഷ്. ഓക്കെ, ഞാൻ രാമനാട്ടാണ് അല്ലേ? ഏട്ടാ, ഇത് വണ്ടി എടുത്തത് എത്ര കാലമായി? കഴിഞ്ഞ ആഴ്ച എടുത്താ? സാറ്റിസ്ഫൈഡ് ആണോ? എന്തൊക്കെയാണ് ഇതിലുള്ള ഒരു ആഴ്ച ഉപയോഗിച്ചാൽ? അടിപൊളി വണ്ടിയാണ്, പുതിയ ലോഞ്ചിങ് ആണ്, നല്ല മൈലേജ് ഉണ്ട്, നല്ല സ്പീഡ് ഉണ്ട്, ലേഡീസിന് വളരെ കംഫർട്ടബിൾ, മൈലേജ് നല്ല പിക്കപ്പ്, സ്മൂത്ത് റണ്ണിങ്. അപ്പൊ ഏട്ടാ, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നോ? ബുദ്ധിമുട്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. വൈഫ് കുറച്ച് ആള് ഷോർട്ടാണ്. അപ്പൊ ചെറിയ തോതിൽ സീറ്റ് കുറച്ച് ചെറിയ ഒരു കുറവ് പോലെ, കാലം എത്താത്ത പോലെ അല്ലെ? അഡ്ജസ്റ്റ് ചെയ്തപ്പോ ശരിയല്ലേ? കവർ ഇടുമ്പോ ക്ലിയർ ആയി. ഓക്കെ, അതുകൊണ്ടുള്ള പ്രശ്നം, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുള്ളത്. ആൾക്കാരാണെങ്കിൽ സീറ്റൊക്കെ നമുക്ക് എന്ത് വേണം ചെയ്യാലോ, കുഴപ്പമില്ല. നല്ല സ്പേസ് ഉണ്ട്, ഫ്രീ ആയിട്ട് തന്ന്. അപ്പൊ എനിക്കാണ് ഏട്ടനാ അതിന്റെ ഫസ്റ്റ് കസ്റ്റമർ തോന്നുന്നു അല്ലേ? ഓക്കെ, ഗ്രേറ്റ് ഏട്ടാ, ഹാപ്പി മോട്ടറിങ് എന്തായാലും ചെലവട്ടെ. ഓക്കെ, അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് ഇവിടെ ഓഫേഴ്സും GST ഓഫേഴ്സും, അല്ലെങ്കിൽ GST ഓഫേഴ്സ് തന്നെ പറയാം. കാരണം അത്രയും വില കുറയുന്നുണ്ട്. 8000 രൂപയ്ക്ക് ഒരു 2 വീലറിൽ കുറയാന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ? അപ്പൊ നിങ്ങൾ വണ്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾ ഈ ഏരിയയിലുള്ള ആൾക്കാർ കോഴിക്കോടൊക്കെ ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി AKBനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. കാരണം അത്രയും വണ്ടികൾ അവർ വിറ്റിട്ടുണ്ട്. AKB ഞാൻ നാളെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ കാര്യമായിരുന്നു. AKB രാമനാട്ടുകര മാത്രമാണ് 101 വണ്ടി ഒരു ദിവസം ഡെലിവറി ചെയ്ത് കേട്ടോ. അപ്പൊ അവരുടെ ഒരു പവർ നോക്കണം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾ എന്തായാലും വന്ന് നോക്കൂ, വിളിച്ചു നോക്കൂ. ഞാൻ ശ്രീരാഗിന്റെ നമ്പർ എന്തായാലും കൊടുത്തേക്കാം. അതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചു നോക്കൂ. ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും അവർ ചെയ്തു തരും കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു.